പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. തന്റെ മഹത്വം കൊണ്ട് ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവരും വാഴ്ത്തപ്പെട്ടവനാകുന്നു, ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷകളും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സൃഷ്ടാവേ, നിനക്ക് സ്തുതി. പാപികളായ അടിയാരോട് കരുണ ചെയ്യുന്ന മിശിഹായെ നിനക്ക് സ്തുതി. പാർക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപവും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യശക്തിയും മഹത്വവും എന്നേക്കുമുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്കു സമാധാനം. ഞങ്ങളുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ ഞങ്ങളുടെ കർത്താവേ മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദൈവമാതാവായ വിശുദ്ധ മറിയമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളുമാറാണമേ. ആമേൻ. മഹാകരുണയുള്ളവനും സ്നേഹവാനുമായ പിതൃപുത്ര പരിശുദ്ധാത്മാവായ ദൈവമേ, ഈ നല്ല നിമിഷത്തെ പ്രതി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ലോകമെങ്ങുമുള്ള പരിശുദ്ധ സഭയുടെ മക്കൾ തിയോ മിനിസ്ട്രിയിലൂടെ ഒരേ മനസ്സോടും ഒരേ ആത്മാവോടും ഒരേ വിചാരത്തോടും കൂടെ നിന്റെ സ്നേഹത്തെ നുകരുവാൻ, നിന്റെ കൃപയെ സ്തോത്രം ചെയ്യുവാൻ, തിരുവചനത്തെ ധ്യാനിക്കുവാൻ ഒരുമിച്ച് കൂടുന്ന ഈ നാഴികയിൽ നിന്റെ സ്നേഹം ഞങ്ങളെ പുതുക്കണമേ. നിന്റെ സൗഖ്യം ഞങ്ങൾ അനുഭവിക്കണമേ. നിന്റെ തിരുവചനം ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പാപികളുടെ അനുതാപത്തിൽ പ്രീതിപ്പെടുന്നവനായ കരുണയുള്ള ദൈവമേ, ഞങ്ങൾ പാപം ചെയ്തു പോയതുകൊണ്ട് നീ ഞങ്ങളെ ഞെരുക്കുകയും ശിക്ഷിക്കുകയും അരുതേ. ദൈവമാതാവായ വിശുദ്ധ കന്യകമറിയാമിനെ പ്രതിയും ശ്ലീഹന്മാരെ പ്രതിയും സഹൃദയന്മാരെ പ്രതിയും സർവശിക്ഷകളെയും നീ ഞങ്ങളിൽ നിന്നും വിരോധിച്ച് നീക്കണമേ. കർത്താവെ, ലോകമെങ്ങും പടർന്നു പിടിക്കുന്ന മഹാരോഗത്തിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും ഞങ്ങളുടെ ശരീര ആത്മദേഹികളെ അസ്വസ്ഥമാക്കുന്ന എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് നിന്റെ കരുണയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ കരുണയാൽ ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. നല്ലവനായ ദൈവമേ, ഞങ്ങളുടെ മധ്യസ്ഥരായി നീ ഞങ്ങൾക്ക് നൽകിയ പരിശുദ്ധ പിതാക്കന്മാരായ പരിമലാമോ ഗ്രിഗോറിയോസിന്റെയും വട്ടശ്ശേരിൽ മോർ ദീവനാസിയോസിന്റെയും മധ്യസ്ഥത ഞങ്ങൾ തേടുന്നു. ജീവിതകാലത്തും മരണനാഴികയിലും മരണാനന്തരവും ഞങ്ങൾക്ക് വാഴിവുകൾ നൽകിയ പരിശുദ്ധരായ മോർ ഗ്രിഗോറിയോസ്, മോർ ദീവനാസിയോസ് പിതാക്കന്മാരെ, നിങ്ങളുടെ വിലയേറിയ മധ്യസ്ഥതയാൽ ഞങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കണമേ. ഞങ്ങളുടെ രോഗികൾക്ക് സൗഖ്യവും, അനാഥർക്കും വിധവമാർക്കും ആലംബവും, വൃദ്ധർക്ക് സമാധാനപരമായ വാർദ്ധക്യവും, കുടുംബങ്ങളിൽ സമാധാനവും വാഴണമേ. സന്താനവിഹീനർക്ക് പുത്രസമ്പത്തും, വിവാഹപ്രായമെത്തിയ മക്കൾക്ക് നല്ല ജീവിത പങ്കാളിയും, തൊഴിൽ രഹിതർക്ക് തൊഴിലവസരവും, ഭവനരഹിതർക്ക്
അനുഗ്രഹത്തിന്റെ കൂടാരവും, മദ്യപാനികൾക്ക് മാനസാന്തരവും, മാനസിക വ്യഥ അനുഭവിക്കുന്നവർക്ക് സൗഖ്യവും സന്തോഷവും, പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ജ്ഞാനവും വിവേകവും ലഭിക്കണമേ. നിങ്ങളുടെ മധ്യസ്ഥതയാൽ സഭയിൽ ശാശ്വതമായ ശാന്തിയും സമാധാനവും വാഴണമേ. വിശുദ്ധ സഭയിലെ ആത്മീയ പിതാക്കന്മാരുടെ ഗണവും സന്യസ്തരും മിഷണറിമാരും അനുഗ്രഹിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യണമേ. ഓ ഗ്രിഗോറിയോസ് മോർ ദിവനാസിസ് പിതാക്കന്മാരെ, ഞങ്ങളുടെ ഇടയിൽ നിന്നും കലഹങ്ങളും ഷണ്ടകളും നീക്കപ്പെടുവാനും ക്ഷാമവും വസന്തയും പ്രകൃതിക്ഷോഭവും ഇല്ലാതാവുവാനും ദൈവസന്നിധിയിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിങ്ങളുടെ മധ്യസ്ഥതയാൽ ഞങ്ങളും ഞങ്ങൾക്കുള്ളവരും ഞങ്ങൾക്കുള്ളവയും അനുഗ്രഹിക്കപ്പെടണമേ. ഞങ്ങൾ ഒരുമിച്ച് പിതൃപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിന് സ്തുതിയും സ്തോത്രവും കരയറ്റുന്നു. അതിപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ ധന്യതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അഭിമന്യ തിരുമേനി, വൈദിക ശ്രേഷ്ഠരെ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, തൃത്വനാമത്തിൽ സ്നേഹവന്ദനം. വിഭജന പ്രസ്ഥാനത്തോട് ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് തിയോ മിനിസ്ട്രിയിൽ ഇനി സന്ധ്യാസമയത്ത് നമുക്കൊരുമിച്ച് എല്ലാവർക്കും ചേർന്ന് ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തിൻ്റെ സന്നിധിയിൽ അല്പസമയം ആയിത്തീരുവാനും ചൊരിഞ്ഞു തന്ന വലിയ കൃപകൾക്കായിട്ട് ആദ്യമേ നന്ദിയോടെ സ്തോത്രം കരയറ്റുന്നു. ഈ മഹാമാരിയുടെ സെക്കൻഡ് വേവ് നമ്മെ അല്പം ഭീതിയിലൂടെ തളർത്തിക്കൊണ്ടുപോകുന്ന ഈ സാഹചര്യത്തിൽ, പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ ഇന്ന് സന്ധ്യാസമയത്ത് യഹോവയാൻ ദൈവം യെശയ്യാ പ്രവാചകനിലൂടെ നമ്മളോട് സംസാരിക്കുകയാണ്. യെശയ്യാ പ്രവചനം 54-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം, ഭയപ്പെടേണ്ട, നീ ലജ്ജിച്ചു പോകുകയില്ല, ഭ്രമിക്കേണ്ട, നീ നാണിച്ചു പോകുകയുമില്ല. ഭയപ്പെടേണ്ട, നീ ലജ്ജിച്ചു പോകുകയില്ല, ഭ്രമിക്കേണ്ട, നീ നാണിച്ചു പോകുകയില്ല എന്ന് യഹോവയാം ദൈവം ഇന്നീ സന്ധ്യാസമയം നമ്മളോട് സംസാരിക്കുകയാണ്. വില്യം എ സ്മിത്തിൻ്റെ വിൻഡോസ് ഓൺ ദ വേൾഡ് എന്ന ബുക്കിൽ അതിൻ്റെ വോളിയം 2 ഒരു കഥ ഇപ്രകാരം സൂചിപ്പിക്കുന്നുണ്ട്. ഒരിക്കൽ ഒരു തീർത്ഥാടകൻ വഴിയിലൂടെ സഞ്ചരിച്ചു പോകുമ്പോൾ ഒരു പകർച്ചവ്യാധിയെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടുന്നു. നീ എവിടെ പോകുന്നു എന്ന് തീർത്ഥാടകൻ ആ മഹാമാരിയോട് അല്ലെങ്കിൽ ആ വ്യാധിയോട് ചോദിക്കുകയാണ്. ആ വ്യാധി പറയുന്നു, ഞാൻ ഭൂമിയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഈ വ്യാധിയിലൂടെ 5000 പേരെ കൊല്ലുവാൻ പോകുന്നു എന്ന് പറഞ്ഞു. കുറച്ച് നാൾക്ക് ശേഷം വീണ്ടും അതേപോലെ തന്നെ ഈ മഹാമാരിയും ആ തീർത്ഥാടകനും വീണ്ടും കണ്ടുമുട്ടുന്നുണ്ട്. ആ തീർത്ഥാടകൻ ആ മഹാവ്യാധിയോട് ചോദിക്കുന്നു, ആ പകർച്ചവ്യാധിയോട് ചോദിക്കുന്നു, കഴിഞ്ഞ പ്രാവശ്യം നാം കണ്ടുമുട്ടിയപ്പോൾ നീ പറഞ്ഞ ഒരു വാക്ക് ഇപ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നു. നീ അന്ന് പറഞ്ഞു 5000 പേരെ കൊല്ലുവാൻ വേണ്ടി ഞാൻ പോകുന്ന ഒരു വ്യാധിയാണെന്ന് പറഞ്ഞുവെങ്കിൽ നീ അന്ന് പോയി 50,000 പേരെ കൊന്നല്ലോ എന്ന് ചോദിച്ചപ്പോൾ ആ വ്യാധി, ആ മഹാമാരി ആ തീർത്ഥാടകനോട് മറുപടി പറഞ്ഞു, ഞാൻ വെറും 500 പേരെ മാത്രമേ കൊന്നുള്ളൂ, എന്നാൽ ബാക്കിയുള്ളവർ തങ്ങളുടെ ഭയം നിമിത്തമാണ് മരിച്ചു പോയത്, അതിന് ഞാൻ ഉത്തരവാദിയല്ല എന്ന് മറുപടി പറയുകയുണ്ടായി. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഈ സാഹചര്യത്തിലും ഇതൊരു ചെറിയ കഥയാണെങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. ഭയത്തിൻ്റെ അവസ്ഥയല്ല നമുക്ക് വേണ്ടത്, മറിച്ച് ധീരതയോടെ പോരാടുക, ധീരതയോടെ മുന്നോട്ട് പോകുക. യഹോവയാം ദൈവം പറഞ്ഞ വാക്കുകളിൽ നിന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഭയപ്പെടേണ്ട, നീ ലജ്ജിച്ചു പോകുകയില്ല. ഭയപ്പെടേണ്ട, നീ ലജ്ജിച്ചു പോകുകയില്ല എന്ന ആ വലിയ സന്ദേശത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാം. കാരണം ഞാൻ നിൻ്റെ ദൈവമാകുന്നു എന്ന് യഹോവയാം ദൈവം ഈ സന്ധ്യാസമയം നമ്മളോട് സംസാരിക്കുകയാണ്. ഞാൻ നിൻ്റെ ദൈവമാകുന്നു എന്ന് യഹോവയാം ദൈവം സംസാരിക്കുമ്പോൾ ആ ദൈവത്തിന് ഒത്തിരി പ്രത്യേകതകൾ നമുക്കുണ്ട് എന്നറിയാം.
ഇതിൻ്റെ 7-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ നിന്നെ ചേർത്തുകൊള്ളുമെന്ന്. യഹോവയാം ദൈവം നമ്മെ ചേർത്തുകൊള്ളുന്ന ദൈവമാണ്. അതുകൊണ്ട് നാം ഭയപ്പെടേണ്ട കാര്യമില്ല. മഹാകരുണയോട് നമ്മെ ചേർത്തുകൊള്ളും എന്ന് പറയുന്ന ആ സർവശക്തൻ്റെ വാക്കിലേക്ക് നമ്മുടെ കാതുകളെ കോർക്കുവാൻ സാധിക്കണം. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം 22-ാം വാക്യത്തിൽ ജോസഫിനെ പൊട്ടക്കിണറ്റിൽ നിന്ന് ചേർത്തുകൊള്ളുന്ന ദൈവത്തെ നാം കാണുന്നുണ്ട്. നമ്മുടെ ഈ ലോക ജീവിതത്തിൽ, ഈ മഹാമാരിയുടെ കാലഘട്ടത്തിൽ ഓരോ നിമിഷവും നമ്മെ ചേർത്തുകൊള്ളുന്ന ആ സർവശക്തൻ്റെ നിഴലിലേക്ക്, ആ സർവശക്തൻ്റെ ചിറകിൻ കീഴിലേക്ക് നമുക്ക് ഈ സന്ധ്യാസമയത്ത് ചേക്കേറാം എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. അതിനുവേണ്ടി യഹോവയാം ദൈവം നമ്മെ വിളിക്കുകയാണ്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞ വലിയ വാക്കിൽ. വീണ്ടും ഇതിൻ്റെ 6-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അവൻ നിന്നെ വിളിച്ചിരിക്കുന്നു. ദൈവം നമ്മെ വിളിച്ചവനാണ്. ആ വിളിക്ക് വിശ്വസ്തരായിട്ട് നാം ഇരുന്നാൽ മാത്രം മതി. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 9-ാം വാക്യത്തിൽ യഹോവയാം ദൈവം മനുഷ്യനെ വിളിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ അവൻ പാപം ചെയ്തു എന്ന് ബോധ്യമുണ്ടാകുമ്പോൾ അവന് ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാനായിട്ട് ശ്രമിക്കുന്നു. മനുഷ്യൻ പാപം ചെയ്തു എന്ന് ബോധ്യമുണ്ടായിട്ടും തന്നോട് ചേർത്ത് നിർത്തുവാൻ യഹോവയാം ദൈവം വിളിക്കുകയാണ്. അതുകൊണ്ട് നാം പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ആ ദൈവത്തോട് ചേർന്ന് നിൽക്കത്ര വേണ്ടത്. കാരണം ആ യഹോവയാം ദൈവം ഓരോ നിമിഷവും നമ്മെ വിളിച്ചിരിക്കുകയാണ്. തന്നോട് ചേർത്ത് നിർത്തുവാനായിട്ട് വിളിച്ചിരിക്കുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ പിടിച്ചുരുക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ മഹാമാരിയുടെയും പ്രയാസങ്ങളുടെയും പ്രതിസന്ധിയുടെയും കാലഘട്ടത്തിൽ ആ യഹോവയാം ദൈവം നമ്മളോട് പറയുന്നു, ഞാൻ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അതുകൊണ്ട് നമ്മെ ചേർത്തുകൊള്ളുന്ന ആ സർവശക്തൻ നിഴലിലേക്ക്, നമ്മെ വിളിച്ച് ചേർക്കുന്ന ആ ദൈവത്തിൻ്റെ നിഴലിലേക്ക് ഓരോ നിമിഷവും നമുക്കായി തീരാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു വാക്കിന് വിരമിക്കുന്നു. ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഉള്ളം നൊന്തു നീ തേങ്ങുമ്പോൾ ഉള്ളം കയ്യിൽ താങ്ങാം ഞാൻ. ഉള്ളിലെ നൊമ്പരപ്പാടുകളിൽ ചുംബനമേകി തലോടാം ഞാൻ. ഉള്ളിലെ നൊമ്പരപ്പാടുകളിൽ ചുംബനമേകി തലോടാം ഞാൻ. എൻ്റെ കുഞ്ഞേ പൊന്നോമലേ, നിന്റെ ദൈവം ഞാനല്ലയോ. ഇടരല്ലേ, പതരല്ലേ, കരയല്ലേ, നീ അഭയമേകാൻ ഞാൻ കൂടെയില്ലേ. എൻ്റെ കുഞ്ഞേ പൊന്നോമലേ, നിന്റെ ദൈവം ഞാനല്ലയോ. ആരൊക്കെ നിന്നെ മറന്നാലും, ആരെല്ലാം നിന്നെ വെറുത്താലും, ഒരിക്കലും നിന്നെ മറക്കില്ല ഞാൻ. ഒരു വേല പോലും പിരിയില്ല ഞാൻ. ഒരിക്കലും നിന്നെ മറക്കില്ല ഞാൻ. ഒരു വേല പോലും പിരിയില്ല ഞാൻ. എൻ്റെ കുഞ്ഞേ പൊന്നോമലേ, നിന്റെ ദൈവം ഞാനല്ലയോ. ഇടരല്ലേ, പതരല്ലേ, കരയല്ലേ, നീ അഭയമേകാൻ ഞാൻ കൂടെയുണ്ട്. എൻ്റെ കുഞ്ഞേ പൊന്നോമലേ, നിന്റെ ദൈവം ഞാനല്ലയോ. രോഗി
രോഗിയായി നീ തേങ്ങി കരയുമ്പോൾ, പാപിയായി നീ ഏറെ തകരുമ്പോൾ, ആശ്വാസമേകുവാൻ അനഞ്ഞിടാം ഞാൻ, ആത്മീയ ജീവൻ പകർന്നിടാം ഞാൻ. ആശ്വാസമേകുവാൻ അനഞ്ഞിടാം ഞാൻ, ആത്മീയ ജീവൻ പകർന്നിടാം ഞാൻ. ഉള്ളം നൊന്തു നീ തേങ്ങുമ്പോൾ, ഉള്ളം കയ്യിൽ താങ്ങാം ഞാൻ. ഉള്ളിലെ നൊമ്പരപ്പാടുകളിൽ ചുംബനമേകി തലോടാം ഞാൻ. ഉള്ളിലെ നൊമ്പരപ്പാടുകളിൽ ചുംബനമേകി തലോടാം ഞാൻ. എൻ്റെ കുഞ്ഞേ പൊന്നോമലേ, നിന്റെ ദൈവം ഞാനല്ലയോ. ഇടരല്ലേ പതരല്ലേ കരയല്ലേ നീ, അഭയമേകാൻ ഞാൻ കൂടെയില്ലേ. എൻ്റെ കുഞ്ഞേ പൊന്നോമലേ, നിന്റെ ദൈവം ഞാനല്ലയോ. Greetings to His Grace, Givargis Markorelos, respected Achans, and my dear brothers and sisters in Christ. I am thankful and grateful to the organizers of Theo Ministry for giving me this opportunity to share the Word of God. The verse that has been chosen today to share with everyone is from Galatians chapter 5, verses 22 to 23. But the fruit of the Spirit is love, joy, peace, patience, kindness, goodness, faithfulness, gentleness, and self-control. Against such things there is no law. Let us try to understand what does this verse tell us. Basically, it is trying to tell us that when we walk with Holy Spirit, we can expect the fruit of the Spirit. What does to walk in the Spirit mean? To walk in the Spirit means that the Holy Spirit lives in you. You are putting your life in the continual presence in the Spirit of God. We are abiding with Jesus as the branches are with the vine. As mentioned in St. John chapter 15 verse 5, where Jesus says that, I am the vine, you are the branches. If a man remains in me and I in him, he will bear much fruit. Apart from me, you can do nothing. The fruit of the Spirit is the Christ-like character, a character that reveals what Jesus is like. It is actually the development of the life of Christ in the Christians. It also shows us that we are committed to God and to help others get to know Him. Fruit is not something you try and produce to become a Christian. It is something you produce because you are a Christian. Now let us focus on each of the fruit of Spirit that has been listed down in this verse. There is no particular order to be followed as such, but since the first one is given as love, so we will start with the fruit of love. The fruit of love is the foundation of all spiritual fruit. God loves us no matter what. His love is a selfless love. Our love towards God and others should be freely given without counting the cost or calculating one's own profit. The ability to listen and learn from others is a great expression of love. Matthew chapter 22 verse 36 to 39 says, You shall love the Lord your God with all your heart, with all your soul, and with all your mind. This is the first and great commandment, and the second is like, You shall love your neighbor as yourself.
The next is the fruit of joy. Joy is a delight of the mind that is independent of present happiness. It is different from happiness as it is something you keep with you regardless of the circumstances because we have the love of Christ. The next we move on to is the fruit of peace, which is said as the cure of stress. Peace is a deep sense of contentment and well-being rooted in our relationship with God and all that Jesus accomplished for us in his sacrifice. Peace can be experienced regardless of circumstances. Peace comes by the grace of God. We can't earn it. Take time every day to read and meditate on these scriptures. Also, we can be at peace when we surrender ourselves to God and trust that God is in full control of things. Philippians chapter 4, verse 6-7 says, "Do not be anxious about anything, but in everything by prayer and petition. With thanksgiving, present your request to God, and the peace of God, which transcends all understanding, will guard your hearts and your mind in Christ Jesus." The fruit of patience. It says that we should be patient enough through our trials and through getting hurt by others. This is learning to remain constant no matter what may be happening at the moment. James chapter 1 verse 2-4. "My brethren, count it all joy when you fall into various trials, knowing that the testing of your faith produces patience. But let patience have its perfect work, that you may be perfect and complete." Next one is the fruit of kindness. It refers to treating everyone that you meet with love and respect. It means putting their needs above your own. Kindness is expressing care about those around you. People don't care what you know until they know that you care. Look for ways to express appreciation to those around you. Next we move on to is the fruit of goodness. It is the intentional choosing and doing the right thing. Standing for goodness is understanding that human nature to fall short, but yet we choose to take the high road. Being a good person means you do what is right, even when no one is looking. Let's move on to the next one, that is the fruit of faithfulness. Faith is complete belief and confidence in God and all of his promises. It is important to allow God and the teachings of Jesus to shape everything that we do. It is not only faithfulness to God, but being faithful to the people around you as well. When we are reliable, others can count on us. Hebrew chapter 11, verse 1 says, "Now faith is a confidence in what we hope for, an assurance about what we do not see." The fruit of gentleness. Proverbs chapter 11 verse 2 says, "When pride comes, then comes shame, but with the humble is wisdom." Gentleness can often gain cooperation from others when we humbly seek help from others to avoid making mistakes. The last one is the fruit of self-control. It speaks to resisting the ways of the world and living a godly life. People with self-control can handle the heat and stress of situation and can handle setbacks. Self-control doesn't come naturally to us. It is only by allowing that Holy Spirit to connect our branch to the vine, that is Jesus Christ. So, we can grow in the fruit of the Spirit by talking to God diligently in prayer, studying the Word of God, attending worship services, and by our fellowship with other Christians. We have to make sincere efforts every day
to live by every single fruit that God has called us to bear. May the grace of God guide us to grow daily in Christ through the Holy Spirit. Amen. ബാരക്കമോർ. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന കരുണ സമ്പന്നനായിരിക്കുന്ന ഞങ്ങളുടെ കർത്താവേ, അവിടുന്ന് തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നില്ല നാഥ. ഞങ്ങളെ അവിടുന്ന് നയിക്കുന്ന വിധങ്ങളെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, പശ്ചാസ്തോത്രം ചെയ്യുന്നു. എന്മനമേ ഹുവെ വാഴ്ത്തുവിൻ, ചൊരിഞ്ഞെന്ന ഉപകാരങ്ങളെ ഒരു നാളും മറക്കല്ലേ എന്ന് സങ്കീർത്തനക്കാരനിൽ കൂടെയുള്ള പ്രബോധനം പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ട് കർത്താവെ, ഞങ്ങൾ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ, ഒരുക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ മഹാമാരിയുടെ വേദനയും അതിൻ്റെ വ്യാപനം കൂടിക്കൊണ്ട് ഇരിക്കുന്ന ഈ വേളയിൽ ഞങ്ങൾ നിന്നോട് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നാഥ. പാപികളാകുന്നു, ഞങ്ങൾ കുറവുള്ളവരാകുന്നു. വിളിപ്പീൻ, ഞാൻ ഉത്തരം നൽകും. മുട്ടുവീൻ, ഞാൻ തുറന്നു തരും എന്നരുളിച്ചേരിക്കുന്ന ദൈവം തമ്പുരാനെ, നിൻ്റെ സന്നിധിയിൽ കർത്താവെ വിശ്വാസത്തോടും പ്രത്യാശയോടുകൂടെയും ഞങ്ങൾ വന്ന് നിൽക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ യാചനകൾക്ക് മറുപടി നൽകണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇന്നോളം ഇത്രത്തോളം നയിച്ച ഞങ്ങളുടെ കർത്താവെ, തുടർന്നും ജീവിതയാത്രയിൽ കർത്താവെ സഖിയായി, കൂട്ടുയാത്രക്കാരനായി, സഹയാത്രക്കാരനായി ഞങ്ങളെ നയിച്ച് ഞങ്ങളെ കൃപയാൽ നിറയ്ക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നുവെന്ന് അരുളിച്ചേരിക്കുന്ന ആ പ്രത്യാശയുടെ ആ വചനം കേട്ട് ഞങ്ങൾ സന്തോഷം അനുഭവിപ്പാൻ തക്കവണ്ണം ദൈവമേ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തിൽ വളരുവാൻ തക്കവണ്ണം ഞങ്ങളെ ശക്തരാക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നാഥ. കർത്താവ്, ഈ സമയത്ത് ഞങ്ങളുടെ ഭദ്രാസനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തിരുമേനിയെ തിരുക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കൃപയാൽ നയിച്ചു കൊള്ളണമേ. ശരീരത്തിനും മനസ്സിനും വേണ്ടതായിട്ടുള്ള സ്വസ്ഥതയും സമാധാനവും സന്തോഷവും അനുഗ്രഹങ്ങളും ഞങ്ങളെ നയിപ്പാൻ തക്കവണ്ണമുള്ള കൃപയും നാഥ നീ അവിടുന്ന് വർദ്ധിപ്പിച്ച് നൽകിക്കൊണ്ടിരിക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ ഇടവകകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വൈദിക ശ്രേഷ്ഠരായിരിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകളെ ഒക്കെയും കർത്താവെ മാനിക്കണമേ. കർത്താവെ, പ്രത്യേകിച്ച് ഓരോരോ ഇടവകകളിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, അവയൊക്കെയും നേരിടുവാൻ തക്കവണ്ണമുള്ള കൃപയും അനുഗ്രഹങ്ങളും നൽകി നയിച്ചു കൊള്ളണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ധാരാളം പേര് കർത്താവെ ഈ രണ്ടാമത്തെ വേവിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നു. ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങൾ, മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കങ്ങൾ ഒക്കെയും അനുഭവിക്കുന്നവർക്ക് ദൈവമേ ആശ്വാസവും അനുഗ്രഹവും സമാധാനവും സൗഖ്യവും നാഥ നീ അവിടുന്ന് നൽകിക്കൊണ്ടിരിക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിന്നെ തൊട്ടവർ, നീ തൊട്ടവർ, നിൻ്റെ വസ്ത്രത്തെ പോലും തൊട്ടവർക്ക് പൂർണ്ണമായിട്ടുള്ള സൗഖ്യത്തെ നാഥ നൽകിയിരിക്കുന്നുവല്ലോ. നിൻ്റെ കരം കുറുകിയിട്ടില്ല. കർത്താവെ, അവിടത്തേക്ക് ഉറ്റുനോക്കി ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഓരോ ഭവനങ്ങളിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനയുടെ ശബ്ദം കേട്ട് ഉത്തരമരളയണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുടുംബജീവിതം നയിക്കുന്നവർക്ക് അനുഗ്രഹത്തെ പകർന്നു നൽകണമേ. വാർദ്ധക്യത്തിലായിരിക്കുന്നവരെ താങ്ങണമേ. മാതാപിതാക്കന്മാർ അനുഗ്രഹീതരാകണമേ. കുഞ്ഞുങ്ങൾ അവരുടെ വളർച്ചയുടെ എല്ലാ ഘട്ടങ്ങളിലും ദൈവ സാന്നിധ്യം അനുഭവിച്ച് മുന്നേറുവാൻ തക്കവണ്ണം ദൈവമേ ഇടയാക്കണമേ. യുവജനങ്ങളായിരിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ അനുഗ്രഹിച്ച് ആശീർവദിച്ചാട്ട് ഞങ്ങളുടെ വാങ്ങിപ്പറയുമ്പോൾ പർദീസായിൽ വിശ്രമിപ്പിക്കണമേ. ഞങ്ങളും ഞങ്ങൾക്കുള്ള സകലരും ഞങ്ങളുടെ വാങ്ങിപ്പോരും നിനക്ക് സ്തുതിയും സ്തോത്രവും എക്കാലത്തും പാടുമാറാകണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. ആമേൻ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും
നിങ്ങളേവരുടെ മേലും സഭയുടെ മേലും സമൂഹത്തിൻ്റെ മേലും ദൈവസൃഷ്ടി മുഴുവനായും പ്രത്യേകിച്ചും കൊറോണയുടെ ഭീകരമായിട്ടുള്ള പ്രയാസങ്ങൾ കൂടി കടന്നു പോകുന്ന എവരുടെ മേലും അവരെ സഹായിക്കുകയും തുണയ്ക്കുകയും ചെയ്യുന്ന എവരുടെ മേലും ദൈവസന്നിധിയിലേക്ക് കൂടി ചേർക്കപ്പെട്ട് വാങ്ങിപ്പോടെ ആത്മാക്കളുടെ മേലും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.